ഹേ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആയിട്ട് ഞാൻ ഈയിടെയായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഇതൊരു റാൻഡം ഹോൾ വീഡിയോ ആണ്. ഇതിലുള്ള ഐറ്റംസൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. കിച്ചൺ പ്രൊഡക്റ്റ് ഉണ്ട്, മേക്കപ്പ് പ്രൊഡക്റ്റ് ഉണ്ട്, ഓർഗനൈസേഴ്സ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, അങ്ങനെ യാതൊരു ബന്ധവും ഇല്ലാത്ത ഐറ്റംസാണ്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസാണ് സൈഡിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഈ ഒരു 4 പ്ലാന്റ്സും കൂടിയുള്ള കോംബോ ആണ്. ഇത് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ 6 ഉള്ളത്, അതേപോലെ 2 ഉള്ളതൊക്കെ ഉണ്ട്. ഞാൻ അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ നോക്കിയിട്ട് നല്ലതാണ് തോന്നിയത് വാങ്ങിയതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിന് ഇത്രയും നല്ല ക്വാളിറ്റി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ആണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. നെക്സ്റ്റ് ഒരു കിച്ചൺ പ്രൊഡക്റ്റ് ആണ്. ഇതൊരു വുഡൻ ടെക്സ്ചർ ഉള്ളൊരു കട്ടിംഗ് ബോർഡാണ്. ഇതും ഈ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. ഇത് കറക്റ്റ് വുഡാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാനിത് കുക്കിംഗ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതായിരുന്നു. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടാവും മുന്നേ. ഇതൊരു കോഫി മഗ്ഗാണ്. അപ്പോൾ ഇതിന് മുന്നിൽ ക്യൂട്ടായിട്ടുള്ള പാണ്ടൻ്റെ ചിത്രമൊക്കെ ഉണ്ട്. പിന്നെ ഇത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തന്നെയാണ്. ഞാൻ മീഷോന്നൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ ഒരുപാട് നല്ല റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. പിന്നെ ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ മഗ്ഗൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന ടൈമിൽ പൊട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഒരു വാർഡ്രോബാണ്. അപ്പോൾ ഇത് എനിക്ക് വാങ്ങിച്ചിട്ടുള്ള എല്ലാ വീട്ടിൽ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മളൊരു വാർഡ്രോബ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് പൈപ്പുകളും അത് ജോയിൻ ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിക്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കി നമുക്ക് ചെയ്യാം. പിന്നെ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പിക്ചറിൽ നോക്കി ചെയ്തപ്പോൾ ഫസ്റ്റ് ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കി ചെയ്തിട്ടാണ് ശരിയായത്. പിന്നെ ഇതും അത്യാവശ്യം നല്ല കുറഞ്ഞ പ്രൈസിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസിന് നല്ലോണം വേർത്താണ്. അപ്പോൾ ഇതിൽ 5 ലെയർ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ലെയറിൽ നമുക്ക് അത്യാവശ്യം ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റും. പിന്നെ കിഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ളൊരു വാർഡ്രോബാണ്. അവരുടെ എല്ലാ ഐറ്റംസൊക്കെ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലായിട്ട് 2 സിബ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇതിന് മുകളിലായിട്ട് അത് ഫോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒരു ഓർഗനൈസർ ഡ്രോയർ ആണ്. അപ്പോൾ ഇത് ഒരുപാട് യൂസ് ഉണ്ട് ഇതിന്. ഇത് ബെഡ്റൂമിൽ വെക്കാം, അതുപോലെ തന്നെ കിച്ചണിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ അതിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആണ്. ഇതും നേരത്തെ കാണിച്ച ഓർഗനൈസറിൻ്റെ പോലെ തന്നെ വേറെ ഐറ്റമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ എടുക്കാണ് വേണ്ടത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ജസ്റ്റ് വീഡിയോസ് എടുത്തതാണ്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. കാരണം ഓരോ ഡ്രോയറും നിങ്ങൾക്ക് എടുത്ത് തന്നെ ക്ലീൻ ചെയ്യുക, എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് അതിൽ വെക്കുക. പിന്നെ ഓരോന്നിൽ അത്യാവശ്യം ഐറ്റംസ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതൊരു പ്ലാസ്റ്റിക്കാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. ഇതും ഇതിൻ്റെ പ്രൈസിനേക്കാൾ നല്ലോണം വേർത്ത് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് വഴി നോക്കുക. അപ്പോൾ ഇത് ലാസ്റ്റ് പ്രൊഡക്റ്റ് ഒരു മേക്കപ്പ് പ്രൊഡക്റ്റാണ്. ഒരു ടൈമിൽ ഷോർട്സിലൊക്കെ ഫുള്ള് ഈ ഒരു ഐറ്റം ആയിരുന്നു. ഇതൊരു ലിപ് ക്രയോൺ ആണ്. മാൾസിൻ്റെ ഗേൾ പവർ എന്ന ഷെയ്ഡാണിത്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയ ടൈമിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഷാർപ്പനറും ഉണ്ടായിരുന്നു. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും മാച്ച് ആയിട്ടുള്ളൊരു ഷെയ്ഡാണെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും മാച്ച് ആയിട്ടാണെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു ഓറഞ്ച് കളർ ആയിട്ടൊക്കെയാണ് തോന്നുന്നത്. പിന്നെ ഇത് ഒരു ന്യൂഡ് കളറിലേക്കായി മാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസിന് ഇത് വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് എന്നല്ല, പിന്നെ കുറച്ചൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഹോൾ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.